ശരത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇവിടെ ഓരോ മുന്നണിക്കും അല്ലെങ്കിൽ പാർട്ടികൾക്കും ഉള്ളത്? എന്തായാലും ഒരുപക്ഷെ തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു. ശ്രുതി, തീർച്ചയായും അതെ. രാജസ്ഥാനിലെ 12 സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. വടക്ക് കിഴക്കൻ, വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള 12 സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗിലേക്ക് നീങ്ങുന്നത്. ആകെ 2,54,00,000 വോട്ടർമാരാണ് ഈ 12 മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. 2014-ലും 2019-ലും NDAയുടെ ഒരു തരംഗമായിരുന്നു രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. ഈ 12 സീറ്റുകളിൽ 11 സീറ്റുകളും BJP വിജയിച്ചു. ഒരു സീറ്റ് അത് അവരുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ BJPക്ക് ഏറ്റവും ശക്തമായ മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ് 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ 12 മണ്ഡലങ്ങൾ. അവിടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അനുകൂലമായ പല ഘടകങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനായതോടുകൂടി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല സംഘടനാശേഷിയുള്ള ഒരു സംസ്ഥാനം എന്ന പ്രത്യേകത കൂടി BJPക്ക് രാജസ്ഥാനിലുണ്ട്. ആ അനുകൂല ഘടകങ്ങളെല്ലാം തന്നെ ഇത്തവണയും കാര്യങ്ങൾ എളുപ്പമാക്കും എന്ന പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. അതേസമയം ചില വെല്ലുവിളികൾ മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട് BJP. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ നടത്തിയ സർവേയുണ്ട്. ആ സർവേയിൽ 6 മണ്ഡലങ്ങൾ, ആകെ 25 സീറ്റുകളിൽ 6 മണ്ഡലങ്ങളിൽ കനത്ത മത്സരമാണ് നടക്കുന്നത് എന്ന് ആഭ്യന്തര സർവേയിൽ BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ആ 6 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളും ഒന്നാം ഘട്ടത്തിൽ വോട്ടിംഗിലേക്ക് പോകുന്ന മണ്ഡലങ്ങളാണ്. ദൗസ, നഗൗർ, കരൗളി ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങളാണ് അത്തരത്തിൽ ശക്തമായ മത്സരം BJP നേരിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രജപുത്തുകൾ BJPക്കെതിരായ വലിയ പ്രതിഷേധം ഉയർത്തുന്നു എന്നത് തന്നെയാണ്. രജപുത്തുകളുടെ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം ക്ഷത്രിയ വിഭാഗത്തിനെതിരായി കേന്ദ്രമന്ത്രി പർഷോത്തം രുപാല നടത്തിയ ഒരു പരാമർശമുണ്ട്. അതിനെ ചൊല്ലി ഈ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ BJPക്കെതിരായ വലിയ പ്രതിഷേധം രജപുത്തുകളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് തിരിച്ചടിയാകും എന്ന ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. മറുവശത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഈ 25 സീറ്റുകളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് തനിച്ചു മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണ ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു. ആ ചെറു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വോട്ടും പെട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് സിക്കറിൽ CPMന് സീറ്റ് അനുവദിക്കുന്നു. അതുപോലെ തന്നെ NDA വിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയുടെ ഹനുമാൻ ബേനിവാളിന് നഗൗർ മണ്ഡലം വിട്ടു നൽകുന്നു. അങ്ങനെയുള്ള ചെറു പാർട്ടികളെ കൂടി ഒപ്പം നിർത്തി കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഒരു തുടച്ചു നീക്കൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചുരുവിൽ അവിടെ കഴിഞ്ഞ തവണ BJP MP ആയ രാഹുൽ കസ്വാനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. നഗൗറിന്റെ കാര്യത്തിൽ ജാട്ട് വോട്ടുകൾ വളരെ നിർണായകമായ മണ്ഡലമാണ്. അവിടെ ഹനുമാൻ ബേനിവാളിനെ പോലെ ഒരു നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് BJPയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് രാജസ്ഥാന്റെ ഒരു പൊതു സാഹചര്യമുള്ളത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലാണ് 8 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി എഴുതുന്നത്. ഈ 8 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം വോട്ടുകൾ ഏറെ നിർണായകമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശരാശരി 40% മുസ്ലിം വോട്ടുകളുണ്ട്. ആ മുസ്ലിം വോട്ടുകളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണ്. അവിടെ ആ മുസ്ലിം വോട്ടുകൾക്കൊപ്പം BJPയുടെ ഹിന്ദു വോട്ടുകളും അടർത്തിയെടുക്കുകയാണെങ്കിൽ, BJPക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഹിന്ദു വോട്ടുകളും അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം 2019-ലും 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ നല്ല മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. 2014-ൽ ഈ 8 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളും BJP വിജയിച്ചു. 2019-ൽ ഈ 8-ൽ 3 ആദ്യം വിജയിച്ചു. പിന്നീട് രാംപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സീറ്റും വിജയിച്ച് 4 സീറ്റുകൾ BJPക്കൊപ്പമുണ്ട്. BJPക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ എളുപ്പമാണ് എന്നതാണ് BJP കണക്കുകൂട്ടുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ വിശദാംശങ്ങളാണ് ശരത് K. ശശി നൽകിയത്. മറ്റു സംസ്ഥാനങ്ങളിലെയും വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങൾ റിപ്പോർട്ടേഴ്സ് തയ്യാറാണ്.